അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് കിട്ടിയ പുതിയൊരു തമാശ ആരെ നമ്മളെ നൗസൂൻ്റെ പുതിയൊരു തമാശ എന്ന് പറഞ്ഞാൽ അത് കേട്ടാങ്ങൾ ചിർച്ചാതക്കൂല. എങ്ങനെയായിരുന്നു കേട്ടാങ്ങൾ ചിർച്ചാതക്കൂല എന്ന് പറഞ്ഞാൽ ചിർച്ചാതക്കൂല. അത് ഓൻ്റെ ആൾക്കാർ കേട്ടാലും ചിർച്ചും, ഇനി അഥവാ കുഞ്ഞേമത് കേട്ടാലും ചിർച്ചും, പമ്പേഴ്സ് കേട്ടാലും ചിർച്ചും. കട്ടക്കാലത്തിന് ചക്കട്ടപ്പം മോയലിനെ കിട്ടിയ മാതിരി ഈ എങ്ങാനും മറ്റോ കേട്ടാലാര് കോമാട്ട് ചാലയിൽ അത് കേട്ട ഓനും ചിരിച്ചു. ബാവാണ്ടിയോ അച്ചങ്ങായി കേട്ട അച്ചങ്ങായും ചിരിക്കും. ആര് കേട്ടാലും ചിരിക്കും. നമ്മളാൾക്കാരെങ്ങനെയും ചിരിച്ചും. അതിൻ്റെ പുറമെ ഇനി ഓൻ്റെ ആൾക്കാരെന്നെ കേട്ടാ ചിരിച്ചു. വേണ്ട, നമ്മളെ ഏറ്റവും വലിയ ശത്രുക്കളാ മുജാഹിദീങ്ങൾ. ഓല് കേട്ടാലും ചിരിച്ചും, ജമാഅത്തുകാർ കേട്ടാലും ചിരിച്ചും. വേണ്ട, ഈ പരിപാടിക്കൊക്കെ മൊത്തത്തിൽ നിരീശ്വരത്വം ബാധിക്കുന്ന നിരീശ്വരവാദി ഉണ്ടല്ലോ, നിരീശ്വരവാദികൾ, അവർ കേട്ടാലും ചിരിക്കും. അങ്ങനത്തെ ഒരു തമാശ ആര് പറയുന്നുണ്ട്? നമ്മളെ നൗസാദ് പറയുന്നുണ്ട്. കേൾക്കണം നിങ്ങൾക്കത്? നൗസാദ് പറയണ തമാശ കേൾക്കണം. ഒന്ന് കേട്ടോ കാണി. നൗസ ഒന്ന് പറഞ്ഞു കൊടുത്താടാ. 4 തലയെക്കെട്ടിട്ട് മൊയിലേരുട്ടിയാൾ മുന്നിലിരുന്ന സദസ്സിനെ കുറിച്ചായി പറയുന്നത്. 4 മൂല്യമാരുട്ടിയാൾ തലയിൽ കെട്ടിയാണ്ട് മുന്നിലിരുന്ന സദസ്സിനെ കുറിച്ചാണ് ഈ പറയുന്നത്. സദസ്സുങ്ങൾക്ക് മനസ്സിലായോ? സദസ്സുങ്ങൾക്ക് മനസ്സിലായോ? അതാണ് കാന്തപുരം ഉസ്താദിന്റെ കേരള യാത്രയെ സംബന്ധിച്ചാണ് പറയുന്നത്. പ്രത്യേകിച്ച് കാന്തപുരത്തിന്റെ കേരള യാത്രയുടെ സമാപനം നടന്നല്ലോ തിരുവനന്തപുരത്ത്. അതിനെ സംബന്ധിച്ചാ പറയണേ. എത്ര ആൾക്കാർ? 4 തലക്കെട്ടിയ മൂല്യമാരുട്ടിയാൾ കുത്തിരുന്ന സദസ്സിനെ പറ്റിയിട്ടാണ് ഇപ്പൊ അറിയണത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ചിരി നിങ്ങൾക്ക് വെറുതെ വരുന്നില്ലേ? ഇത് കേൾക്കുമ്പോ തന്നെ ചിരി വരുന്നില്ലേ? ചിരി വരുന്നില്ലേ? അങ്ങോട്ട് ചിരിച്ചു പോയി. ആന്ന് 4 ആൾക്കാരുള്ളൂ അവിടെയെന്ന്. ഇവന്റെ കണ്ണ് എന്ത് കുറബല്ലാരമീനായ തമ്പുരാനെ, കണ്ണ് മാലക്കണ്ണാണോ അതോ ഈ ചെങ്ങായിക്ക് ഇനി എണ്ണാൻ അറിയില്ലേ? എണ്ണക്ക് അറിയില്ലേന്നാവോ? അക്കറിയില്ലേന്നാവോ? അങ്ങനെ പ്രശ്നം തരുണ്ടോന്നാവോ? അതോ ഇനി ഇവരെ കണ്ണ് മാലക്കണ്ണയിക്കണോന്ന് അതും അറിയില്ല. മാലക്കണ്ണയിക്കുകയാണെന്ന് വെച്ചാൽ സാധാരണ 1നെ 2ആയിട്ടാണ് കാണല്. അങ്ങനെയാണ് ഈ പിന്നെ അതിൻ്റെ പിന്നെ തൊബീബ്. ആ സമയം 1നെ 2ആയിട്ട് കാണുക, 2നെ 3ആയിട്ട് കാണുക, 4നെ 8ആയിട്ട് കാണുക. അങ്ങനെയൊക്കെയാണ് ഈ മാനക്കണ്ണുണ്ട്. ഇത് മാനക്കണ്ണുമല്ല, ഇത് എന്ത് കണ്ടേക്കും അള്ളാഹുവായാലും. തിമിരം ബാധിച്ചാലും ഇങ്ങനെ ആവില്ല. തിമിരം ബാധിച്ച ആൾക്കാർ ഇപ്പോൾ എൻ്റെ കുടുംബത്തിൽ തന്നെ പല ആൾക്കാരുണ്ട്. ഇപ്പം നാളെ കാരണവർക്ക് ആ പ്രശ്നം ഉണ്ടായിട്ട് ഞാൻ അവനോട് ചോദിച്ചു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചോദിച്ചു. അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, അങ്ങനെ വല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പമൊന്നും അങ്ങനെ ദൂരത്തേക്ക് കാണുന്നില്ല എന്നുള്ളൂ പറഞ്ഞു. ഈ തിമിരം ബാധിച്ച ആൾക്കാർ അത്രയും കാണില്ലല്ലോ ഈ ചെങ്ങായിക്ക്. വല്ലാത്തൊരു കോളിട്ടോ. ഏതാ സദസ്സ് അറിയോ? അഞ്ഞ് കണ്ടോളി. ആ സദസ്സൊന്ന് നോക്കിക്കോളിട്ടോ. ആ സദസ്സ് ഏതാ നോക്കിക്കോളിട്ടോ. ആ സദസ്സൊന്നും പറ്റി അതിന്റെ ചെറിയൊരു ഭാഗമേ ഞാൻ കാണിച്ചു തരുന്നുള്ളൂ കേട്ടോ. ഈ സദസ്സിനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടോ. കണ്ടില്ല ഈ സദസ്സിനെ പറ്റിയിട്ടാണ് പറയണേ. സുബ്ഹാന ജല്ല ജലാലു. പൂയി നുള്ളിട്ട നിലത്തേക്കെത്തൂല. മഴ അവിടെ പെയ്ത ഒരു തുള്ളി നിലത്തേക്കെത്തൂല. ജനങ്ങളെ മേത്തു കൂടി ആയിരിക്കും വെള്ളം നിൽക്കുക. അക്കോലത്തിലുള്ള ഒരു സമുദ്ര ജലം, ജനസമുദ്രം. അങ്ങനത്തെ ഒരു സദസ്സിനെ പറ്റിയിട്ട് ഇവൻ പറയും 4 തലയിൽ കെട്ടിട്ടിയ മൂല്യമാരുട്ടിയാളെ കുത്തരുന്ന സദസ്സിനെ പറ്റിയിട്ട് അപ്പൊ ബലി പറയണത്. എന്നാ എന്തോന് പിരാൻ തന്നെയാണ് കേട്ടോ. നൗസോ, അനക്ക് കേൾക്കണോ? പിരാൻ തന്നെ മോനെ, പിരാൻ തന്നെയാണ്. അന്നെ കുരുവട്ടൂർക്കല്ല കൊണ്ടുപോണ്ടത്, കുതിരവട്ടത്തേക്കാ കൊണ്ടുപോണ്ടത്. അന്നെ കുതിരവട്ടത്തേക്കാ കൊണ്ടുപോണ്ടത്. ബാക്കി പറയട്ടോ. 4 മൈനമാര് അവിടുന്ന് ഇവിടുന്നും വന്ന് അതെന്നെ അവിടെ എത്തിയിട്ട് വെള്ളിയാഴ്ചയാണല്ലോ, ജുമുഅ പോലും പലർക്കും കിട്ടിയില്ല. പിന്നെ കുയിന്ത് അറിയണോ? കാണി കുയിന്ത് അറിയണട്ടങ്ങള്. ഞങ്ങളുടെ മലപ്പുറത്ത് കുയിന്ത് എന്ന് പറയാം, ചിലടത്ത് കുൻറ്റി അറിയും. അത് പറയട്ടങ്ങള്. പലർക്കും ജുമുഅ വരെ കിട്ടിയിട്ട് വെള്ളിയാഴ്ചയാണല്ലോ സമാപനം. ഞമ്മക്ക് തന്നെ അറിയാം, മറന്നേക്കണേ. ഏതേപ്പോ ദിവസം തന്നെ ഞങ്ങൾ തന്നെ മറന്നേക്കണേ. കാരണം കുറെ ആയില്ലേ. ഇനി അടുത്ത സമ്മേളനത്തിനാകാനായി, അടുത്ത യാത്രക്ക് ഒരുങ്ങാനായി. എന്നിട്ടിപ്പോ ഇനിയിപ്പോ തുടങ്ങണുള്ളൂ പേര്.
അപ്പൊ ഞങ്ങൾ ഇപ്പോൾ അടുത്ത യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, 100-ാം വർഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതുപോലത്തെ പല കാര്യങ്ങളിലേക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഇതുമൊക്കെ വിട്ടുകാണ്ട് അപ്പൊ പൊപ്പത്തുമത്ത് കൂടിക്കൊണ്ട് വരികയാണ്. ഇപ്പൊ വെള്ളിയാഴ്ച ആയിരുന്നു പോകാൻ പറഞ്ഞപ്പോൾ ഓർമ്മ തന്നെ. എന്നിട്ട് പോകാൻ പറയാം, വെള്ളിയാഴ്ച ജുമാ പോലും പലർക്കും കിട്ടിയിട്ടില്ല. ഇവനായിരുന്നു അവിടെ പള്ളിയിലെ ഇമാമേ. അതല്ലെങ്കിൽ ഓനായിരുന്നു അവിടെ ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നത്. ഇവന്റെ അസൂയന്റെ ഒരു കോലം നോക്കാണ് നിങ്ങള്. അന്നൊക്കെ വളർത്താൻ പറ്റൂട്ടോ. ഈ വളർത്താൻ പറ്റും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ വെച്ച്, തൊള്ളക്ക് നാണല്ലെങ്കിൽ പള്ളക്ക് പൈപ്പില്ല എന്ന് പണ്ട് കാരണന്മാര് ചെല്ലുണ്ട്. തൊള്ളക്ക് നാണല്ലെങ്കിൽ പള്ളക്ക് പൈപ്പ് ഉണ്ടാവൂല, അതിൽ പെട്ട സാധനമാണ് ഇതൊക്കെ. അതാണ് എന്നെ വളർത്താൻ പറ്റുന്ന അതിൻ്റെ ഉദ്ദേശം. ചില സ്വീകരണ സ്ഥലത്ത്, പ്രത്യേകം തിരുവനന്തപുരം പോലെയുള്ള സ്ഥലങ്ങളിൽ, തിരുവനന്തപുരം പോലെയുള്ള സ്ഥലങ്ങളിൽ പറ 4 മൊയ്ലിയമാര് മാത്രാകണ്ടെന്ന് കരുതി 4 മൂല്യന്മാര് മാത്രാകണ്ടെന്ന് കരുതി ബംഗാളികളായിട്ട് കൊടുന്നോ? കാന്തപുരം ബംഗാളികളായിട്ട് കൊടുന്നോ? അത് പറഞ്ഞാച്ചി എൻ്റെ അടുത്തേക്കാരപ്പോ അതിന്റെ കണക്കൊക്കെ ഉള്ളത്. വഴിയിൽ വെച്ച് ഫാൻറ്റും കുപ്പായക്കെട്ട് നാടൻ ആയോല് വരെ ഉണ്ട്. അത് ശരി. അങ്ങനെയാണല്ലേ. അപ്പം എന്ത് ചെയ്തു, നാട്ടിൽ നിന്ന് പോയപ്പോൾ തലയെക്കെട്ടും കുപ്പായം, വലിയ കുപ്പായക്കെട്ട് പോയാണ്ട് വൈക്കെത്തിയപ്പോൾ തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുന്നത്തെ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് എന്ത് ചെയ്തു, ഒരു നല്ല അടിപൊളി പാൻറ്റും കുപ്പായൊക്കെ ചെയ്ത് ഇൻസൈഡൊക്കെ ചെയ്ത് ഒരു ടാഗൊക്കെ ചുറ്റിയിട്ട് ഇങ്ങനെ ചെന്നു. കാരണം മൂല്യന്മാർ മാത്രമാണെന്നുള്ള കരുതും വേണ്ടെന്നുള്ള എനിക്ക്. അങ്ങനെ ഉണ്ടായിക്കണില്ലേ? അത് ശരി. ഞാൻ വിചാരിച്ചേ ജാതി ഒന്ന് പറഞ്ഞിരുന്നു, കഴിഞ്ഞ പ്രാവശ്യത്തെ കേരള യാത്രക്ക് എത്ര 1000-2000 ഒക്കെ കൊടുത്തുകാണ്ട് ബംഗാളികളെ കൊടുത്തുകാണ്ട് മുന്നിൽ എത്തിക്കായിരുന്നു ആളല്ലായിട്ട്. ഞാൻ അങ്ങനെയൊക്കെ വല്ലതും ഇറക്കുമതിയായിട്ട് ചെയ്തിക്കണോ വിചാരിച്ചു. അന്ന് പറ്റപ്പെടെ നിങ്ങൾ നടത്തിയാലോ ഒരു പരിപാടി, സമ്മേളനം. ആ സമ്മേളനത്തിന് ഇറ്റങ്ങൾക്ക് ചോറ് കൊടുക്കുന്ന കണ്ട് എന്ത് ചെയ്തു, സകലെണ്ണത്തിനും എത്തിയല്ലോ. അവിടെ അതിഥി തൊഴിലാളികൾ മുഴുവനും ഇവന്റെ പരിപാടിക്ക് ചെന്നിക്കണ്. അപ്പോൾ ഒരിക്കൽ എന്ത് ചെയ്തു, ഈ ക്യാമറക്കാരൻ ഇവന്റെ പരിപാടിന്റെ ക്യാമറക്കാരൊന്ന് മുന്നേക്ക് ഇങ്ങനെ പിടിച്ചു. സദസ്സൊക്കെ പിടിച്ചു നോക്കുമ്പോൾ മുഴുവൻ അതിഥി തൊഴിലാളികൾ. ഐറ്റം വെച്ചാൽ അവിടെ തേപ്പിനും പണിക്കും വന്ന ആൾക്കാരാണ്. അപ്പോൾ ഐറ്റങ്ങളോട് പറഞ്ഞിട്ട് എന്ത് നിങ്ങൾ ചോറ് വെക്കണ്ട കേട്ടോ, ഞങ്ങൾ തരാമെന്ന്. അപ്പോൾ ഇറ്റങ്ങൾ എന്ത് ചെയ്തു, നേരെ മുന്നിൽ തന്നെ പോയി കുത്തിരുന്നു. ഇവരിങ്ങനെ പറയണ്, ഓലിങ്ങനെ മൂക്കിൽ മാറ്റി കുത്തിരിക്കണ്. അങ്ങനെ ലാസ്റ്റ് എന്ത് ചെയ്തു, ഷെയ്ഖ് വന്നപ്പോൾ, കാട്ടുകള്ളം വന്നപ്പോൾ, കാട്ടുകള്ളം ഇന്ത്യയിൽ 2 വർത്താനം അങ്ങോട്ട് പറഞ്ഞപ്പോൾ നൗഷാദ് കണ്ടിക്കണ്. തൊള്ളിക്ക് കിട്ടൊരു നോട്ടം. കാരണം ഇന്ത്യ അറിയില്ലല്ലോ, നൗഷാദിന് ഇന്ത്യ അറിയില്ല, പിന്നെ ഇംഗ്ലീഷൊന്നും അറിയില്ലല്ലോ. നൗഷാദിന് ഇപ്പം എന്താന്ന് വെച്ചാൽ ഈ ചാട്ടുപോട്ട് കുറച്ചറിയും. അപ്പം ഈ ചാട്ടുപോട്ട് കൂടി ഇങ്ങനെ പോവുകയാണല്ലോ. അങ്ങനെ ഉണ്ടായൊരു സംഭവം ഉണ്ടായിരുന്നു. അത് കണ്ടിരുന്നു നിങ്ങൾ? അങ്ങനൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല നൗഷോ. ബാക്കി പോരെ. ഇപ്പൊ നിങ്ങൾ തന്നെ ലക്ഷങ്ങളാണ് കൂടി. അവിടെ എന്താ, ഇവിടെ ഏതാണ് ഫിറ്റാക അറിയോ? നമ്മളെ കുഞ്ഞേമീൻ്റെ പണ്ടത്തെ ഒരു പ്രസംഗമുണ്ട്. കുഞ്ഞേമ്മ പറയുന്നുണ്ട്, ഹലാലായ ജന്മത്തിലുണ്ടായ ഉമ്മി ബാപ്പി നല്ല രൂപത്തിൽ കല്യാണം കഴിച്ചുണ്ടായ നല്ല ഹലാലായി ജനിച്ചു വന്ന മെൻസസിലൊന്നും അല്ലാതെ വലിയ അടിയാണ്ടൊന്നും അല്ലാത്ത കോലത്തിൽ ജനിച്ചു വന്ന ആരെങ്കിലും ഉമ്മ വെറ്റ മുലപ്പാൽ കുടിച്ച ആൾക്കാരുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് വലിയ ഡയലോഗ് പറയലുണ്ട്. അത് ഇവിടെ നൗഷാദിനാണ് ഫിറ്റാകുക. അതിൻ്റെ തൊട്ട് മുമ്പ് പറഞ്ഞ എന്താണ്, 4 മൂല്യന്മാർ കൂടിയെന്ന് തലീക്കെട്ടും കെട്ടി മുന്നിലിരുന്നാണ് വലിയ സംഭവമാകുമെന്ന് ചോദിച്ചു. ഓൻ തന്നെ പറയാം. ഇപ്പുറത്തതിന് നേരെ ലാസ്റ്റിക്ക് ഓൻ പറയാം, ഇനി ലക്ഷക്കണക്കിനുള്ള ആൾക്കാർ കൂടിയെന്നാ ഞങ്ങൾക്ക് എന്താണ്. ഓൻ ചെങ്ങായേ, ഇത് തീട്ടൊന്നുമല്ലല്ലോ തിന്നണെന്ന് പറഞ്ഞാൽ അത് തെറ്റായി പോകുന്നു തോന്നുന്നില്ല. അതുകൊണ്ടിപ്പോ എന്താ, അതുകൊണ്ടൊന്നും ഇവിടെ ഒന്നും സംഭവിക്കില്ല. അതുകൊണ്ടിപ്പോ എന്താ, അതുകൊണ്ടൊന്നും ഇവിടെ സംഭവിക്കൂല. എവിടുന്നാ ചെങ്ങായിച്ചൊക്കെ വണ്ടിയാര് സ്വന്തം പ്രസംഗത്തിന് സ്വന്തം മറുപടി തന്നെ പറയണം. ഓൻ തന്നെ പറയട്ടെ. അത് സ്വന്തം പ്രസംഗത്തിന് സ്വന്തം മറുപടി എന്നൊക്കെ പറയില്ല. അതിൽ ഏറ്റവും വലിയ അവാർഡ് കൊടുക്കേണ്ടത് ഇയാൾക്കാണ്. ഓന്റെ കാര്യം ഓൻ തന്നെ പറയണേ. ഏറ്റവും വലിയ അവാർഡ് കൊടുക്കേണ്ടത് ഇയാൾക്കാണെന്നാണ്, ഓനാണ് കിട്ടേണ്ടത് എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം. കാരണം കാന്തപുരത്തിന്റെ കേരള യാത്ര ലോകം അറിഞ്ഞു, ലോകം ശ്രദ്ധിച്ചു. എന്നാൽ ഇവരൊരു യാത്ര നടത്തിയതിനൊത്തിരെ വേറെയും കുറേ യാത്രകൾ നടന്നു. ഈ യാത്രകൾക്കൊക്കെ അതീതമായ ഒരു വലിയ ലോകം കണ്ട, ലോകം ശ്രദ്ധിച്ച, ജാതി മതഭേദമന്യേ എല്ലാവരും കൂടെ കണ്ട് സന്തോഷിക്കുന്നവർ സന്തോഷിക്കുകയും ദുഃഖിക്കുന്നവർ ദുഃഖിക്കുകയും
ഫിത്തന പറയുന്നവർ ഫിത്തന പറയുകയും കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവർ കുത്തിത്തിരിപ്പുണ്ടാക്കുകയും ചെയ്ത ഏറ്റവും വലിയൊരു യാത്ര ഇന്ന് കേരളത്തിൽ ഈ അടുത്ത കാലത്ത് നടന്നിട്ടുണ്ടെങ്കിൽ അത് കാന്തപുരത്തിന്റെ കേരള യാത്രയാണ്. 4 വയസ്സായ വർത്താനം പറയാൻ വയ്ക്കണം അവിടുന്ന് കിട്ടുള്ള കുട്ടികൾക്ക് മുതൽ ഇനി ജീവിച്ചിരിപ്പുള്ള കട്ടിലിൽ വെള്ളം തൊട്ടെടുക്കുന്ന ആൾക്കാർക്ക് വരെ അറിയാം കാന്തപുരത്തിന്റെ കേരള യാത്ര കഴിഞ്ഞില്ലേ, എല്ലാവർക്കും അറിയാം. അതാണ് കാന്തപുരത്തിന്റെ കേരള യാത്ര. എന്നാ നീ സക്കരിയ സലായി ഓനൊന്ന് നല്ലോണം കൂക്കി കൊടുക്കുക, അതാണ് നല്ലത്. മതി 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 കൂക്കിയത് മതി, അത്ര തന്നെ ഏറെയാണ് അവർക്ക്.